അതിരപ്പള്ളിയിൽ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. പിന്നാലെ ആന റിസർവ് വനത്തിലേക്ക് കയറി. ദൗത്യസംഘം ആനയെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഖിൽ വിവരങ്ങളുമായി. അഖിൽ, കൂടുതൽ സങ്കീർണമാവുകയാണോ ഈ ദൗത്യം? നിഷാദ്, തീർച്ചയായും. കാരണം നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ ആന ഇത്തരത്തിൽ ആദ്യം ഇവിടെ നിന്ന് കയറുമ്പോൾ ഒരു റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കേണ്ടത് വന്നത് പോലും ഇത്തരത്തിൽ ഈ ദൗത്യസംഘത്തിന് നേരെ ആന പാഞ്ഞെടുത്ത സമയത്താണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ദൗത്യസംഘം ആനയെ തിരികെയാണ്. കാരണം ആന ഇപ്പോൾ നിലവിലുള്ളത് റിസർവ് വനത്തിന് ഉള്ളിലേക്ക്, അതായത് ഇപ്പോൾ ഈ ദൗത്യസംഘത്തിന്റെ ഒരു നിരീക്ഷണ വലയത്തിൽ നിന്നും ആന പുറത്തേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു ആന പുറത്തേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു വിവരം തന്നെയാണ് നമുക്ക് അതിനുള്ളിൽ ലഭിക്കുന്നത്. ആന കുറച്ചുകൂടി റിസർവ് വനത്തിന് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഒരുപക്ഷെ ആന താഴേക്ക് ഇറങ്ങി വരണം. ഈ റിസർവ് വനത്തിനുള്ളിൽ വെച്ചുകൊണ്ട് ഈ ആനയെ ഡാർട്ട് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൗത്യസംഘത്തെ സംബന്ധിച്ചോളം അത് കുറച്ച് ആയാസകരമാണ്. കാരണം ഈ ആന റിസർവ് വനത്തിനുള്ളിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ റിസർവ് വനത്തിനുള്ളിലേക്ക് പോകുമ്പോൾ അതിനുള്ളിൽ വെച്ചുകൊണ്ട് ആനയെ മയക്കുവെടി വെക്കുമ്പോൾ കൃത്യമായി, അതായത് നിരവധി മരങ്ങൾക്കിടയിലൂടെ നിൽക്കുന്ന ആനയെ മയക്കുവെടി വെക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് ഈ അതിനുള്ളിലെ ദൗത്യം ആയാസകരമാക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഉള്ളിലേക്ക് കയറിയ ആനയെ കണ്ടെത്തുകയും വേണം. നമ്മൾ അല്പസമയം മുമ്പ് ഇവിടെ നിൽക്കുന്ന പോലീസുകാരും അതുപോലെ തന്നെ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, അത് ഈ പുഴയിൽ നിന്നും മുകളിലേക്ക് കയറി വന്ന ആന അത്രത്തോളം വേഗതയിൽ, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ശൗര്യത്തോടു കൂടിയാണ് ആന ഈ ഓടി കയറി മുകളിലേക്ക് വന്നത്. അവർ ഇവിടെ നിന്നവർ പലരും പേടിച്ചു പോയി എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇവിടെ ഈ ദൗത്യസംഘം തിരിഞ്ഞപ്പോൾ ആദ്യം റബ്ബർ ബുള്ളറ്റിൻ പ്രയോഗിച്ചത്. പിന്നെ വീണ്ടും ഇതിനുള്ളിലേക്ക്, റിസർവ് വനത്തിനുള്ളിൽ നിന്നും ആന വീണ്ടും ഈ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും ആർക്കും അപകടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ദൗത്യസംഘം അതിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അരുൺ സക്കറിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം 2 സംഘങ്ങളായി വേർതിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കാട്ടാനയ്ക്കായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള കൊമ്പനായിട്ട് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുന്നത്. പരിക്ക് പറ്റിയിട്ടുണ്ട്, അവശനാണ്. എന്നിട്ടും ഇത്തരത്തിൽ വലിയ വേഗതയിൽ ഓടിപ്പോവുകയും അതോടൊപ്പം തന്നെ ഈ ദൗത്യസംഘത്തിന് നേരെയൊക്കെ തന്നെ ആക്രമിക്കാനുള്ള രീതിയിൽ തിരിയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ആൾക്കപ്പോൾ അത്ര വലിയ, അതായത് അവശതയുണ്ടെങ്കിൽ പോലും അത്രത്തോളം ആരോഗ്യമുള്ള അല്ലെങ്കിൽ ദൃഢഗാഠനായ ഒരു ആനയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആനയ്ക്കായുള്ള തിരച്ചിൽ, അല്ലെങ്കിൽ റിസർവ് വനത്തിനുള്ളിലേക്ക് കയറിപ്പോയിട്ടുള്ള ആനയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അജിത്, നിഷാദ്.